നമ്മൾ സാധാരണ വെളിയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ചെയ്യുന്ന ചെറിയ ചെറിയ ലൈറ്റ് ആയിട്ടുള്ള മേക്കപ്സ് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിപ്പോൾ ഞാനിപ്പോൾ വേറെ ആർട്ടിസ്റ്റുകൾ ഇടുമ്പോഴും ഞാൻ നോക്കാറുണ്ട്, കാരണം എനിക്കത് ഇൻട്രസ്റ്റ് ആണ് ആരൊക്കെ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യും. വീട്ടിലിരുന്നാൽ പോലും സൺറൈസ് നമുക്ക് സണ്ണിൻ്റെ ഇത് സൂര്യരശ്മികൾ നമുക്ക് ഇത് സ്കിന്ന് ഡാമേജ് ആക്കുന്നതാണ് ഡോക്ടേഴ്സ് പറയുന്നത്. എനിക്കിവിടെ ഇങ്ങനെ ചെറുതായിട്ട് കണ്ടു ഒരു ബ്ലാക്കിൻ്റെ ഒരു ചെറിയ ഒരു ഇതുപോലെ ഇങ്ങനെ നമ്മൾ കരിമംഗലം എന്നൊക്കെ പറയാം, അതുപോലെ ഒരു ഡാർക്ക് സ്പോട്ട്സ് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിനുവേണ്ടി ഞാൻ ഡോക്ടറെ കണ്ടപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് എപ്പോഴും നമ്മൾ സൺസ്ക്രീൻ ഇടാതെ പുറത്ത് പോകാൻ പാടില്ല എന്ന്. അപ്പം ഞാൻ കുറേ വർഷങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു 5 വർഷമല്ല അതിലും മേലെയായിട്ടുണ്ട് ഞാനിത് ഉപയോഗിക്കുന്നത്. ഹായ്, എല്ലാവർക്കും Thezbeen sVlogzലേക്ക് സ്വാഗതം. ഇന്നിങ്ങനെ ഞാൻ ഹെഡിങ് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഞാൻ സാധാരണ കുറേ വർഷമായി വിചാരിക്കുന്നു, ഒന്ന് ചെയ്ത് തുടങ്ങിയതിന് ശേഷം കുറേ നാളുകളെ, വർഷമല്ല കുറേ നാളുകളായിട്ട് വിചാരിക്കുന്നു, നമ്മൾ സാധാരണ വെളിയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ചെയ്യുന്ന ചെറിയ ചെറിയ ലൈറ്റ് ആയിട്ടുള്ള മേക്കപ്സ് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് ഞാൻ എന്തൊക്കെ ഉപയോഗിക്കുന്നു എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. എൻ്റെ അടുത്ത് ഒത്തിരി പേര് നമ്മുടെ അടുത്തൊക്കെ ചോദിക്കാറുള്ളതാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. എങ്ങനെയാണ് നമ്മൾ വെറുതെ പുറത്തേക്ക് എപ്പോൾ വെറുതെ ആയിട്ട് പോകുമ്പോൾ അപ്പോൾ ഒന്ന് നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ, അതിപ്പോൾ ഞാനിപ്പോൾ വേറെ ആർട്ടിസ്റ്റുകൾ ഇടുമ്പോഴും ഞാൻ നോക്കാറുണ്ട്, കാരണം എനിക്കത് ഇൻട്രസ്റ്റ് ആണ് ആരൊക്കെ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അപ്പം ഞാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ടാണ് ഇപ്പോൾ ഡോക്ടേഴ്സിനെയൊക്കെ ഇപ്പോൾ, കാരണം കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ സ്കിന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറേ ഡാമേജ് ആവും. നമ്മൾ കുറേ നാൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ സൂര്യരശ്മികൾ തന്നെ നമ്മുടെ സ്കിന്നിന് ഭയങ്കര, നമ്മൾ അറിയുന്നില്ല, വീട്ടിലിരുന്നാൽ പോലും സൺറൈസ് നമുക്ക് സണ്ണിൻ്റെ ഇത് സൂര്യരശ്മികൾ നമുക്ക് ഇത് സ്കിന്ന് ഡാമേജ് ആക്കുന്നതാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പം ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ എനിക്കിവിടെ ഇങ്ങനെ ചെറുതായിട്ട് കണ്ടു ഒരു ബ്ലാക്കിൻ്റെ ഒരു ചെറിയ ഒരു ഇതുപോലെ ഇങ്ങനെ നമ്മൾ കരിമംഗലം എന്നൊക്കെ പറയാം, അതുപോലെ ഒരു ഡാർക്ക് സ്പോട്ട്സ് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഡോക്ടറെ കണ്ടപ്പോൾ വേറെ പ്രശ്നങ്ങൾ അധികമൊന്നുമില്ല കേട്ടോ എനിക്ക് സ്കിൻ. എനിക്ക് പിന്നെ ഇവിടെ കുറച്ച് നമ്മുടെ ഉറക്കത്തിൻ്റെയും ടയേർഡാവുന്നതിൻ്റെയും അതിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങളുള്ളൂ, അതൊക്കെ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോഴേക്കും ശരിയായി പോയിക്കോളും. അല്ലാതെ ഉള്ളത് ഈ ഒരു പ്രശ്നത്തിന് വേണ്ടി ഞാൻ ഡോക്ടറെ കണ്ടപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് എപ്പോഴും നമ്മൾ സൺസ്ക്രീൻ ഇടാതെ പുറത്ത് പോകാൻ പാടില്ല എന്ന്. ഡെയിലി നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ പോലും സൺസ്ക്രീൻസ് ഉപയോഗിക്കണം എന്നാണ് ഡോക്ടറുടെ നിർദ്ദേശം. അപ്പം നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്തോളൂ. എല്ലാവരും ഡെയിലി നമ്മൾ സൺസ്ക്രീൻസ് രാവിലെ തന്നെ നമ്മൾ വീട്ടിൽ പണിയെടുക്കുക, എന്ത് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോഴാണെങ്കിലും ജസ്റ്റ് ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് ക്രീമാണെങ്കിലും എന്താണെങ്കിലും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് സോളാസേഫിൻ്റെ കണ്ട സോളാസേഫ് ഡോക്ടർ എന്താണ് എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നതാണ് സോളാസേഫിൻ്റെ സൺസ്ക്രീൻ. നല്ലതാണ്, ഇത് SPF 50+ ആണ് കണ്ടോ, 50+ SPF ആണ്. അപ്പോൾ അത് എല്ലാവരും വാങ്ങിക്കോളൂ, അത് ബെസ്റ്റാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ നമ്മൾ പുറത്ത് പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒരു ഇത്തിരി നമ്മുടെ മുഖത്ത് ഒന്ന് സ്പോട്ട് ചെയ്യുക, എന്നിട്ട് ഒന്ന് അപ്ലൈ ചെയ്യുക. ഓക്കെ, അതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ വളരെ കുറച്ച് ഇത്തിരി കൂടി എടുക്കാം. അപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നെക്കിലും കൂടി ഇടാൻ കേട്ടോ, നെക്കിലും കുറച്ചിട്ടാൽ നല്ലതാണ്. അപ്പോൾ അങ്ങനെ നെക്കിലും നമ്മുടെ മുഖത്ത് ഫേസ് ഫുള്ളൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഇനി നമ്മൾ എന്താണ് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഓരോരുത്തരും പല സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഞാൻ എന്താ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ ഏകദേശം എനിക്കൊന്നൊരു 5 വർഷമൊന്നുമില്ല അതിൽ കൂടുതലായിട്ടുണ്ടാവാം ഞാൻ ഈ പുറത്ത് പോകുമ്പോഴെപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ചില ഷൂട്ട്സിന് വരെ ഞാൻ വലിയ മേക്കപ്പ് ഒന്നും വേണ്ട എന്നിറങ്ങിയ പോലും ഞാനിത് ഉപയോഗിക്കാറുണ്ട്. അത് ഉപയോഗിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഉപയോഗിക്കുന്നത് ഈ ലാക്മിയുടെ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞതാ ഈ പ്രൊഡക്റ്റാണ്. ഞാൻ വർഷങ്ങളായിട്ട് പുറത്ത് പോകുമ്പോൾ ഉപയോഗിക്കുന്ന സാധനമാണിത്. അല്ലേ, ബെസ്റ്റാണ് ഇത് എന്ന് വെച്ചാൽ കണ്ടതല്ലേ, സ്കിൻ നാച്ചുറൽ MOUSE മൂസ് എന്താണ് മാറ്റീരിയൽ. ഇത് ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും, ഒട്ടും ഓവറായിട്ട്. ഇതിൻ്റെ 2-3 ഷെയ്ഡ്സ് ഉണ്ട്. ഞാനിപ്പോൾ ഇത് നാച്ചുറൽ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ഇത് ബെസ്റ്റാണ്, ഒട്ടും നമുക്ക് ഓവറായിട്ട് ഫീൽ ചെയ്യില്ല. നല്ല ഒരു ഗ്ലോയിൽ ഇങ്ങനെ നിന്നോളൂ, ഒരു ഓയിൽ പോലെ നമുക്ക് ഡ്രൈ ആവില്ല സ്കിന്ന്, നല്ല ഭംഗിയായിട്ട് ഇത് ഇരുന്നോളൂ. അപ്പം ഞാൻ കുറേ വർഷങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു 5 വർഷമല്ല അതിലും മേലെയായിട്ടുണ്ട് ഞാനിത് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇതിന് ശേഷം ഞാനിത് ജസ്റ്റ് അങ്ങനെ ഒരുപാട് തിക്കായിട്ടും വേണ്ട കേട്ടോ, അത് 2-3 സ്പോട്ട് ഇട്ടാൽ മതി. അപ്പം തന്നെ നല്ല ഇതൊരു യെല്ലോയിഷ് ടിൻറ്റും കൂടി ഉണ്ട് ഇതിന്. അതാണ് ഇതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മുടെ കറക്റ്റ് സ്കിൻ ടോണിലിരിക്കും.
ഉണ്ടല്ലേ ഇതാ ഇടുമ്പോൾ തന്നെ ഉണ്ടോ മാറ്റം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാനതിന് ഫുൾ ഒന്നുമില്ലാതെ എൻ്റെ സ്കിന്നിൽ ഞാൻ ഇട്ട് കാണിച്ചതുകൊണ്ടാണ് ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് കണ്ടു കേട്ടോ. ലൈറ്റ് ഞാൻ 2 ചെറിയ സ്പോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഒരെണ്ണം എടുത്ത് അതുകൊണ്ട് 1 വർഷത്തോളം അടുത്ത് ഉപയോഗിക്കാമെന്നുണ്ട്. അത്രയും എന്താണ് ഉപയോഗിക്കാൻ പറ്റും. അത്ര ചെറിയ ക്വാണ്ടിറ്റി മതി ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പ്രാവശ്യം വെളിയിലേക്ക് പോകാൻ. ഇപ്പോൾ നമ്മൾ ഡെയിലി ഓഫീസിലൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 3-4 മാസം എന്തായാലും നിൽക്കും കേട്ടോ. ഞാനിതിപ്പോൾ മേടിച്ചിട്ട് തന്നെ എത്രയായിന്ന് അറിയാമോ. ഞാൻ പക്ഷെ വേറെ ഒന്നും ഞാൻ പുറത്ത് പോകുമ്പോൾ ഉപയോഗിക്കാറില്ല കേട്ടോ. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഫെയർ ആൻഡ് ലവ്ലിയൊക്കെ ആയിരുന്നേ ആ കോളേജസ് ആ കാലഘട്ടത്തൊക്കെ. അതിനുശേഷം ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. ലാക്മിയുടെ ഇത് കിട്ടിയതിന് ശേഷം ഇതിൽ തന്നെയാണ്. നല്ല മതി, എനിക്ക് ഇത്രയും മതി. ഇതാ ഞാൻ ഓക്കെ ആയി. എൻ്റെ കോട്ടിങ് കറക്റ്റായി. വേണമെങ്കിൽ നമുക്ക് ചെവിയിലൊക്കെ നമുക്ക് കഴുത്തിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇടാം. വെളിയിൽ പോകാൻ ഇത്രയും മതി, ഈ സംഭവം മതി. ഓക്കെ, ഇനി ഞാൻ അടുത്തത് ചെയ്യാൻ പോകുന്നത്, ഞാൻ എപ്പോഴും പുറത്തു പോകുമ്പോൾ വേറെ ഒന്നുമില്ല, ലിപ്സ്റ്റിക്ക് മസ്റ്റാണ്. ഇപ്പോൾ മാസ്ക് വന്നതിന് ശേഷം ഭയങ്കര സങ്കടമാണ്. ലിപ്സ്റ്റിക്ക് എന്തായാലും ഇടും. പിന്നെ ഞാൻ ജസ്റ്റ് ഈ നമ്മുടെ പുരികം ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യും. കാരണം ചിലപ്പോൾ ഈ ക്രീമിൻ്റെ ഇതൊക്കെ ഒന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഈ പെൻസിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യും. ഇങ്ങനെ ഉണ്ടല്ലേ, ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച്. നമ്മൾ ഓൾറെഡി ഷേപ്പും ഇതൊക്കെ നമ്മൾ പിരിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നുള്ളൂ. ആ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇത് കൊടുത്താൽ പുരികവും ഷേപ്പായി കഴിഞ്ഞു. പുരികത്തിൻ്റെ കാര്യവും ഓക്കെ. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ 2 കളറുണ്ട്, ബ്രൗണും ഉണ്ട് ബ്ലാക്കും ഉണ്ട്. അധികം ഇപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് ബ്രൗൺ മാത്രം, അധികം ഡാർക്ക് വേണമെന്നുള്ളവർ ബ്രൗൺ മാത്രം ഉപയോഗിക്കുക. അതല്ലാത്തവർ കുറച്ച് ബ്ലാക്കും ഇതും കൂടെ മിക്സ് ചെയ്തതാണ്. കഴിഞ്ഞു, പുരികത്തിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി ഞാൻ എപ്പോഴും കണ്ണിൻ്റെ പുറമൊന്ന് എഴുതും. അതെനിക്ക് മസ്റ്റാണ്. പുറത്ത് പോകുമ്പോൾ ഞാൻ എപ്പോഴും കണ്ണിൻ്റെ പുറം എഴുതിയിട്ടാണ് പുറത്ത് പോകും. അപ്പോൾ ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത് ലാക്മിയുടെ ഇതും ലാക്മിയുടെയാണ് ഉപയോഗിക്കുന്നത്, നാച്ചുറൽ. ഇത് നല്ലതാട്ടോ. കാജൽ, ഇതൊരു കണ്ട ഈ കാജലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് നല്ലൊരു ജെൽ കാജലാണ്. ഇത് നല്ല നല്ല ബ്ലാക്കാണ്, ജെറ്റ് ബ്ലാക്കാണത്. ഇതാ നോക്കിക്കോളൂ. ഞാനത് കണ്ണ് ഇതാണ് കണ്ണ് വരയ്ക്കുന്നത്. കണ്ണ് വരച്ചു. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്റ്റൈൽ, ഓരോരുത്തർ വരയ്ക്കുന്ന ഓരോരുത്തരുടെ രീതി ഉണ്ടല്ലോ. ഞാൻ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഞാനിങ്ങനെ എടുത്ത് ഒരു ചെറിയ വാലൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വരയ്ക്കും. ഇങ്ങനെ വരയ്ക്കും. ഓക്കെ, അത് നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റ്. ചിലർ കണ്ണിൻ്റെ പുറം എഴുതാറേ ഇല്ല, താഴെ മാത്രമാണ് ചിലർ എഴുതുന്നത്. എൻ്റെ നാത്തൂനൊക്കെ ഈ കണ്ണിൻ്റെ പുറം എഴുതുകയില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളെ ചിമി, അവളുടെ നല്ല കണ്ണാണ് അവൾ. പക്ഷെ ഞാനെപ്പോഴും ചോദിക്കാം, പക്ഷെ അവൾക്ക് കണ്ണിൻ്റെ ഉള്ളിൽ മാത്രം എഴുതുമ്പോഴാണ് അവൾക്ക് ഭംഗി. അവൾ നല്ല വലിയ കണ്ണാണ്. അവൾ താഴെ മാത്രമാണ് ഇങ്ങനെ എഴുതുന്നത്. നല്ല രസം അവളുടെ കണ്ണ്. അങ്ങനെ എഴുതുന്നവരുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ മുകളിൽ മാത്രം. എനിക്ക് ഉള്ളിൽ എഴുതുന്ന അത്ര ഇഷ്ടമല്ല. എത്ര എഴുതിയാൽ മതി. കണ്ണ് എൻ്റെ സംഭവം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ കണ്ണിൻ്റെ വാലൊക്കെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഇപ്പം കറക്റ്റാണ് വരുന്നില്ല വാലൊക്കെ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ കണ്ണിൻ്റെ കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ലൈറ്റായിട്ട് ഇതിപ്പോൾ ജാക്കുലിൻ്റെ ഇങ്ങനെ ഇതിപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഏതൊക്കെയാണ് ഇടുന്നതെന്ന് അനുസരിച്ച് അതനുസരിച്ചിട്ട് ഞാനൊരു ലിപ് ഇത് മാക്കിൻ്റെയാണ്. അത് വെച്ചിട്ടൊന്ന് ലൈനർ കൊടുത്തു. നമ്മുടെ മറ്റേത് ഉപയോഗിച്ച ഇതിലുണ്ടല്ലോ ലാക്മിയുടെ, അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ക്രീമി എഫക്റ്റാണ്. നമ്മുടെ ബട്ടറൊക്കെ ഫേസിലിട്ട പോലെയാണ്, അത്ര സോഫ്റ്റാണ്.
ആ കഴിഞ്ഞു, എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ ഞാൻ ചെയ്യുന്നത്. എൻ്റെ മൂക്കൂത്തിയൊക്കെ ഞാൻ ഊരി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. മൂക്കൂത്തി ഒന്ന് എടുത്തിട്ടോട്ടെ. മൂക്കൂത്തി ഞാൻ മേക്കപ്പ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അത് കൂടി ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ നമുക്കൊരു പൊട്ട് വേണമെങ്കിൽ ഒരു പൊട്ട്, ഒരു സ്റ്റോണിൻ്റെ ഒരു പൊട്ട് വേണമെങ്കിൽ വയ്ക്കാം. രണ്ടെണ്ണം വന്നു. ഓക്കേ, ആ കണ്ടോ, ഇതാ ഒരു പൊട്ടും വെച്ചു കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ മുടി വെച്ചിട്ട് അപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ പുറത്ത് പോകാൻ റെഡി ആയി കഴിഞ്ഞു. എൻ്റെ ഇതാ ഇത്രേ ഉള്ളൂ. ഇതാ ഇപ്പം ഏകദേശം നമ്മൾ വെളിയിൽ പോകാനുള്ള എല്ലാം ഇതായി കഴിഞ്ഞു. കുഴപ്പമില്ലല്ലോ, കണ്ടോ, ശരിയായിട്ടില്ലേ? ഇത്രേ ഉള്ളൂ, സിമ്പിൾ. പക്ഷെ ഭയങ്കര ഈ നമ്മൾ അധികം മേക്കപ്പും വേണ്ട എന്ന് നമ്മളുടെ മുഖത്ത് സ്പോട്ട്സ് ഒക്കെ എല്ലാം കവർ ചെയ്ത് പോവും. നല്ലൊരു ഓയിലി എഫക്റ്റ് ആയിട്ടിരിക്കും, നല്ല രസമായിട്ടിരിക്കും. ചെറിയ ഇപ്പം പിന്നെ നമ്മൾ ഇത് എന്താണ് മാസ്ക് വെക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല. എങ്കിലും നമ്മളല്ലാത്ത സമയത്താണെങ്കിൽ ഇതാ ഇതുപോലെ ഇത്രേ ഉള്ളൂ, സിമ്പിൾ മേക്കപ്പ്. ഈ സാധനങ്ങളാണ് ഞാൻ നോർമലി വെളിയിൽ പോകുമ്പോൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ഇങ്ങനെയാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് ഐലാഷസ് മറ്റേ മസ്കാര ഉപയോഗിക്കണമെങ്കിൽ മസ്കാര ഉപയോഗിക്കാം. അതല്ല എന്താണ് നമുക്കിനി കണ്ണിൻ്റെ ഉള്ളിൽ താഴെ എഴുതണമെങ്കിൽ എഴുതാം. ഇതൊക്കെ വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഇതൊന്നും ചെയ്യാറില്ല. ഞാൻ ഇത്രേ ഉള്ളൂ. ഞാനിനി എന്താണ് അല്ലാത്ത മേക്കപ്പ് ഉണ്ടല്ലോ, നമ്മൾ കുറച്ച് ഫംഗ്ഷൻ പോകുമ്പോൾ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഞാനിനി അത് നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും റിക്വസ്റ്റ് വരികയാണെങ്കിൽ ഞാൻ ഫംഗ്ഷന് പോകുമ്പോൾ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ അതും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ സാധാ മേക്കപ്പ് ചെയ്യുമ്പോഴുള്ള ടിപ്സ്. ഓക്കെ, ശരി, അപ്പോൾ ഇത്രേ ഉള്ളൂ. തെസ്ബീൻസ് വ്ളോഗ്സിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ.